അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം നമുക്കൊന്ന് എടുക്കാം. 12-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. 7-ാമത്തെ വാക്യം പരിചിതമായ വാക്യമാണ്, വായിച്ചു കേൾക്കാം. ആക്ട്സ് ചാപ്റ്റർ 12 verse 7. 12-ാം അധ്യായം 7-ാം വാക്യം. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്നു. ദൂതൻ തട്ടു ഉരുട്ടുമൊക്കെ ഇഷ്ടം പോലെ ചെയ്യുന്നു. പക്ഷെ പ്രശ്നം, ആ വ്യക്തി ഉണരണം. നിങ്ങളൊന്ന് ഉണർന്നിട്ട് വേണം നിങ്ങളുടെ അയൽവക്കത്തുനിന്ന് ചിലർ രക്ഷിക്കപ്പെടാൻ. കണ്ട മിണ്ടുന്നില്ല. സത്യത്തിൽ പെന്തിക്കോസ് നാളിൽ എന്താ നടന്നതെന്നറിയോ? 120 പേരെ വിളിച്ച് അവിടെ കൂട്ടിയച്ച് തമ്പുരാൻ ഇവർ അകത്തൊരു ഉണർവ് കത്തിച്ചു. അവര് പോയ പട്ടണങ്ങളിൽ റിവൈവൽ ഉണ്ടായി. ഒരാമയും വരുന്നില്ല. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. നിങ്ങൾക്കറിയോ, ഈ പ്രാർത്ഥിക്കുന്നവൻ 10 വാക്ക് പറഞ്ഞാൽ 11-ാമത്തെ വാക്ക് പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസമുള്ളവൻ 10 വാക്ക് പറഞ്ഞാൽ 11-ാമത്തെ വാക്ക് എന്തോ പറയും? വിശ്വാസം പറയും. ഇത് രണ്ടുമില്ലാത്തവൻ 10 വാക്ക് പറഞ്ഞാൽ 11-ാമത്തെ വാക്ക് നുണ പറയും. നിങ്ങൾ മിണ്ടുന്നില്ല. അപ്പൊ ഒരാളുടെ കൂടെ 10 മിനിറ്റ് യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാകും പുള്ളി നുണയനാണോ ആത്മീകനാണോ. ഒരാമയും പറഞ്ഞാട്ട് നിങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഒത്തിരി നുണ പറയുന്നവരുടെ നമ്പർ 1ഉം 2ഉം വട്ടം സേവ് ചെയ്യരുത്, നിന്നെ കുഴി ചാടിക്കാനായത്. എന്നാൽ ഉണർവിന്റെ കാര്യത്തിലോട്ട് ഞാൻ വരാം. നിങ്ങളുടെ മനസ്സിന്ന് ഉണർത്തപ്പെടണം. യോഹന്നാനെ പത്മോസി വലിച്ചെറിഞ്ഞ അങ്ങേർക്ക് ഒരു പരാതിയില്ല. അങ്ങനെ പറയാം, ഇവിടെ കഴുകനുണ്ട്, ഇവിടെ സത്രം കരിമൂർക്കനുണ്ട്, ഇവിടെ കരിന്തകളുണ്ട്. പുള്ളി പറഞ്ഞു അതൊന്നും എനിക്ക് വിഷയമല്ല, പക്ഷേ കർത്തൃ ദിവസം ഞാൻ ആത്മാവിലായി. ഒരാമയും വരുന്നില്ല. എന്തിനാ? ഭാവി കാലങ്ങളുടെ വെളിപ്പാട്. നിന്റെ ജീവിതത്തിന്റെ ഏതെല്ലാം സാഹചര്യങ്ങളിൽ നീ വീണാലും തളരരുത്. നീ പറയണം, അവിടെയെല്ലാം എനിക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാം. എനിക്ക് ദൈവം ബോധ്യം തരിക, ചില വീടുകളെ ദൈവ സാന്നിധ്യം പൊതിയണമെന്ന്. നിന്നെ തട്ടി ഉണർത്താൻ ദൈവം ആഗ്രഹിക്കുക. കണ്ടോ, ദൈവത്തിന് സ്വന്തം. നീ ഉറങ്ങിയാൽ നിനക്ക് ബന്ധനം വീഴും, നീ ഉണർന്നാൽ നിന്റെ ബന്ധനം തന്നെ അഴിയും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇനി വചനത്താൽ നിന്നെ തട്ടി ഉണർത്തുക. നിന്റെ മന്ദതയും മൊരടിപ്പും നിർജീവാവസ്ഥയും പൊട്ടി നിന്റെ അകത്ത് ഉണർവിന്റെ പുതിയ കാറ്റ്. ഉണർവിന് ഒരു പ്രശ്നമുണ്ട്. ഒരാളുടെ അകത്ത് ഉണർവ് കൂടിക്കഴിഞ്ഞ അതിനെല്ലാവരും അളവ് വെക്കും. മിണ്ടുന്നില്ല. അളവ് വെക്കുന്ന ആരാ? രക്ഷിക്കപ്പെടാത്തവനാ കയറിയിരുന്ന് അളവ് വെക്കുന്നത്. ആ പുള്ളി രക്ഷിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ ഉണർവിന് അളവ് വെക്കുക. മിണ്ടുന്നില്ല. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. ഹല്ലേലൂയ. ഇന്ന് മീഡിയയൊക്കെ ഇറങ്ങിയേ. അപ്പച്ചന്മാരുടെ കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, സഭാഹോളിൽ നെടുകം കുടുകം നീന്തി ആരാധിക്കുന്ന അപ്പച്ചന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്നത്തെ ദൂത് പറയാം. നാട്ടുകാരെന്ത് പറയുന്നെന്നല്ല, നിന്റെ അകത്തെ ഉണർവ് കെടരുത്. സാഹചര്യത്തിൽ പരിമിതപ്പെടുമ്പോൾ ചിലരോട് ദൈവം ചോദിക്കുക, അണയാത്തൊരു ഉണർവ് നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. ഒരാമയും വരുന്നില്ല. കർത്താവിന്റെ വേലയിൽ ശുഷ്കാന്തിയോടെ നിൽക്കുവാൻ കോടികളല്ല വേണ്ടത്, അണയാത്ത ഉണർവാ വേണ്ടിയേ. ഒരാമയും വരുന്നില്ല. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. അടുത്തിരിക്കുന്ന ഒന്ന് കൈ കൊടുത്തയച്ച് പറ, എന്തു പ്രശ്നം വന്നാലും നിന്റെ അകത്തെ ഉണർവ് അണയല്ലെന്ന് പറ. ഗ്ലോറി ടു ഗോഡ്. എനിക്കറിയത്തില്ല, ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് എനിക്ക് ദൈവം ബോധ്യം തരുക, നിന്നെ ദൈവം ഉണർത്താൻ പോവുക. എത്ര പേരാമയും പറയും? ദാവീദേ, നിന്നെ രാജാവാക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിനു മുമ്പ് കാട്ടിനകത്ത് വെച്ച് ഉണർവ് എന്താന്ന് നിന്നെ പഠിപ്പിക്കാൻ പോവുക. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിനക്കിപ്പോൾ വന്ന പ്രശ്നം തകർക്കാൻ വേണ്ടിയല്ല, നിന്നെ ഒന്ന് ഉണർത്താനാ. നീ ഉണർന്ന ചങ്ങലകൾ പൊട്ടും. എത്ര പേര് അതിന് ആമീൻ പറയും? എനിക്കെന്തോ ദൈവാത്മാവ് പറയുക, ചില ശരീരത്തെ വരിഞ്ഞു മുറുക്കുന്ന ചില ഇരുമ്പ് ചങ്ങലകൾ പൊട്ടാൻ നീ ഒന്ന് ഉണർന്നാ മതി. ഞാൻ ബൈബിളിലെ ഒരു വെളിപ്പാട് നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. സെഖര്യാ പ്രവാചകന്റെ പുസ്തകം എടുത്തേ. സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്നും ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി. ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി. ഇതാര് പറയുക?
സെഖര്യാവ് പറയുക, ദൈവത്തിന് സ്തോത്രം. സെഖര്യാവ് ആരാന്നറിയാമോ? സെരൂബാബേലിന്റെ കാലത്ത് ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. സ്തോത്രം. ബൈബിൾ നമ്മൾ പഠിക്കുമ്പം ആലയത്തിന്റെ പണിക്ക് വേണ്ടി ഒരു കൂട്ടർ എഴുന്നേറ്റു, ആലയത്തിലെ ആത്മീകത പണിയാൻ വേറൊരു കൂട്ടർ എഴുന്നേറ്റു, ആലയത്തിന്റെ മതില് പണിയാൻ വേറൊരു കൂട്ടർ എഴുന്നേറ്റു. എന്നാ പണിയാൻ പോയിടത്ത് പണി 16 വർഷം ബ്രേക്കായി. ഈ നമ്മുടെ ചില വിഷയം 1 വർഷം നടന്നില്ലേ നമ്മൾ ക്ഷമിക്കും, പക്ഷെ 16 വർഷം നടന്നില്ലല്ലോ, പിന്നെ അവര് പ്രത്യാശയില്ല. അങ്ങനെ 16 വർഷം പണി ബ്ലോക്കായി കിടക്കുമ്പോൾ സ്തോത്രം, പ്രവാചകൻ ഒരു കാര്യം പറയുക, എന്നോട് സംസാരിച്ച ദൂതൻ പിന്നെയും വന്നു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്നും ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തുന്ന പോലെ എന്നെ ഉണർത്തി. എന്തിനാ? എന്നിട്ടൊരു ദർശനം കാണിച്ചു. അതിന്റെ പൊരുടി ഞാൻ വെളിപ്പെടുത്തി തരാം. വാക്യം 4. സ്തോത്രം. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് ഇത് എന്താകുന്നു എന്ന് വാക്യം. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബാബേലിനോടും യഹോവയുടെ അരുളപ്പാട്. ദർശനത്തിന്റെ മുമ്പിലെ സെരുബാബേലുള്ള യഹോവയുടെ അരുളപ്പാടാണ്. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുൾ ചെയ്യുന്നു. തുടങ്ങി വെച്ചത് മുടക്കിയിട്ടത് 16 കൊല്ലം. പക്ഷെ 16 കൊല്ലം മുടക്കിയ ശത്രുവിന്റെ മുമ്പിൽ ദൈവം പണി തുടങ്ങാൻ പോവാ. ഒരാമയും പറഞ്ഞാട്ട് എന്നോട് ദൈവം പറയാം, നിന്നെ ഉണർത്തുന്നത് എന്തിനാണ്? മുടങ്ങിക്കിടക്കുന്ന ചിലത് ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യാനാ. ഓ ഹല്ലേലൂയ. വിശ്വാസം കൊണ്ട് അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് വെച്ച് പറ, ചിലതിനൊക്കെ തുടക്കം കുറിക്കാൻ പോവാന്ന് പറ. Glory to God. എത്ര പേർ ആമേൻ പറയും? ചിലതിനൊക്കെ തുടക്കം കുറിക്കാൻ പോവാ. അവിടെ എഴുതിയിരിക്കുകയാണ്, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ. എങ്ങനെയാണെന്നറിയാമോ? സൈന്യത്താലല്ല, ശക്തിയാലല്ല. അടുത്തിരിക്കുന്ന തൊട്ടേച്ചോറ തടസ്സമെല്ലാം മാറുമെന്ന് പറ. ഓ യേശുവിന്റെ നാമത്തില് നിന്റെ വിൽക്കാനുള്ള ബിൽഡിങ്ങിന്റെ തടസ്സം മാറുന്നു. യേശുവിന്റെ നാമത്തില് റമന, എനിക്കിവിടെ നിന്നുകൊണ്ട് കാണാം, ചില ബിൽഡിങ്ങുകളുടെ കെട്ടുകൾ അഴിയുന്നു, ചില വ്യക്തികളുടെ കെട്ടുകൾ അഴിയുന്നു. തടസ്സപ്പെടുത്തി ഇട്ടേക്കുന്ന അല്പം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ ലൈഫ് തടസ്സപ്പെടുത്തിയെങ്കിൽ ദൈവം പറയാ, പുനരാരംഭിക്കാൻ പോവുക. എങ്ങനെ? സൈന്യത്താലല്ല, ശക്തിയാലല്ല. സൈന്യവും ശക്തി ഇറങ്ങിയെടുത്ത് തോറ്റു. പക്ഷെ ഇന്നിറങ്ങാൻ പോകുന്ന എന്റെ ആത്മാവാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവാത്മാവ് ഒരു കാര്യം പറയാം, ചില വീടുകളുടെ സാഹചര്യങ്ങൾ ഒരുങ്ങി വരാൻ പോവുക, ചില കുടുംബത്തിൽ അത്ഭുതങ്ങൾ നടന്നു വരാൻ പോവുക. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുൾ ചെയ്യുന്നു. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ. അടുത്ത ചോദ്യം, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആർ? അവിടെ ഒരു അക്ഷരീക പർവ്വതമില്ല, തടസ്സമാ. 16 വർഷം തടസ്സം നിൽക്കുക. എന്നോ ദൈവം പറയാം, നീ ആരാടാ? അടുത്ത കേട്ടോ, നീ സമഭൂമിയായി തീരും. ഇനിയും നിനക്ക് ആയുസില്ല, നീ സമഭൂമിയാകാൻ പോവുക. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇങ്ങോട്ട് പോരുമ്പോ നീ കണ്ട തടസ്സം അങ്ങോട്ട് ചെല്ലുമ്പോ കാണുകയെന്ന്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 5-ാമത്തെ വചനം. അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട്, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. മതി. ഇതാരാണ് ഉറങ്ങുന്നത്? എലിയാവ് എന്ന കരുത്തനായ ദൈവപുരുഷൻ. എലിയാവിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയാമല്ലോ. കൊട്ടാരത്തിൽ കയറി രാജാവിനോട് ദൂത് പറഞ്ഞവൻ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇവിടെ മഞ്ഞും മഴയും ഒറ്റ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിലെത്തി ഭൂമിയിൽ ഇറക്കിയവൻ. ശ്രദ്ധിക്കണം, അവൻ പോലും
ഒരു ഇസബേലിന്റെ വാക്കിന്റെ മുമ്പിൽ തളർന്നു പോയി. ഞാൻ നിങ്ങളോട് പറയാം, വാക്കുകൾക്ക് ഭയങ്കര പവറാ. നിന്നെ തളർത്താനും വാക്കിന് കഴിയും, നിന്നെ ഉണർത്താനും വാക്കിന് കഴിയും. എനിക്ക് ദൈവം ബോധ്യം തരിക, ചില വാക്കുകൾ കൊണ്ട് തളർന്ന ചിലതെ അതേ വാക്കുകൾ കൊണ്ട് എൻ്റെ ദൈവം ഉണർത്താൻ പോവുക.